കാന്ത 1950s കാലഘട്ടത്തിലെ ഈ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പഴയ കാലഘട്ടത്തിലെ സിനിമ എടുക്കുന്നത് എങ്ങനെയാ, സിനിമ താരങ്ങൾ എങ്ങനെ ജനിക്കുന്നു, ആ താരങ്ങൾ ജനിച്ച താരങ്ങൾ എങ്ങനെയാണ് അവരുടെ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള സകല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു സിനിമയാണ് കാന്ത. സംഗതി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ദുൽഖറിന്റെ ഫ്രണ്ട്സ് റണ ദഗുബട്ടി അടക്കമുള്ള ഫ്രണ്ട്സ് ചേർന്നിട്ടാണെന്നാണ് പ്രൊഡ്യൂസർ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അത് അവരല്ല, പുള്ളി ഒരു സ്ട്രാറ്റജിക് ആയിട്ട് പെരുമാറി അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു നല്ല നടനായി മാറി എന്ന് തെളിയിക്കാൻ വേണ്ടി വളരെ ഫോഴ്സ്ഫുള്ളി എടുത്ത ഒരു സിനിമ പോലെയാണ് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ ആക്ടിങ്, ആ കഴിവ് കാണിക്കാനായിട്ടുള്ള പല സാഹചര്യങ്ങളും സിനിമയിൽ അവർ കുത്തി നിറച്ചിട്ടുണ്ട്. ചിലതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമാ കാലഘട്ടത്തെ, പഴയ കാലഘട്ടത്തിലെ ആ സിനിമാ ലോകം എങ്ങനെയാണ് അത് വർക്കാവുന്നത്, അവിടെ ഉണ്ടാവുന്ന ആ ഒരു അസ്വാരസ്യങ്ങളും. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമ ഷൂട്ടിങ് നടക്കുന്നത് സകല കാര്യങ്ങളും ഒറ്റ സ്ഥലത്തായിരിക്കും, സ്റ്റുഡിയോ. അതും പല പ്രൊമിനന്റ് ആയിട്ടുള്ള സ്റ്റുഡിയോസ് ഒക്കെ മലയാളത്തിലുണ്ടായിരുന്നു, തമിഴ്, തെലുങ്കില്, അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാകുന്നത് ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിലായിരിക്കും. അത് ആ സ്റ്റുഡിയോന്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള സെറ്റുകൾ ഇട്ട്, കൊട്ടാരം, അതുപോലെ തന്നെ സാധാരണക്കാരുടെ വീടും, അന്ന് വേണ്ട സകല കാര്യങ്ങളും സെറ്റായിട്ടാണ് ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പൊ അന്നത്തെ സമയത്തുള്ള നായക നടന്മാരുടെ ആ ഒരു പ്രകടനം, അത്തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള പ്രകടനം തന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമയായിട്ട് കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ടെക്നിക്കൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ആയാലും, ക്യാമറ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ദുൽഖറിനെ തന്നെ മുമ്പത്തെ ഒരു സിനിമയിൽ ക്യാമറ ചെയ്ത പുള്ളി തന്നെയാണ്, സ്പാനിഷ് ക്യാമറമാൻ ആണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ക്യാമറ വർക്കൊക്കെ മനോഹരമായിട്ട് കുറെ മിറർ ഷോട്ട്സ് ഉണ്ട്. മിറർ ഷോട്ട്സ് എന്ന് പറയുമ്പോൾ ലോക ക്ലാസിക്കുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും അതിലേറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സീൻ എന്ന് പറയുന്നത് മിറർ ഷോട്ട് ആയിരിക്കും. അങ്ങനെ ഈ സിനിമയിലും, എസ്പെഷ്യലി ഇതൊരു സിനിമയ്ക്കുള്ളിലെ സിനിമ ആയതുകൊണ്ട് മേക്കപ്പ് റൂം സംബന്ധിയായിട്ട് വരുന്ന പല സ്ഥലത്തും മിററിന്റെ അവൈലബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ പല സീക്വൻസിലും മിറർ ഷോട്ട് നമുക്ക് വളരെ വണ്ടറടിച്ച് കാണാവുന്ന തരത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോഴ്സ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ് കാണിക്കാൻ വേണ്ടി എടുത്ത സംഗതി ആയതുകൊണ്ട് കൂടി, പിന്നെ ഇതൊരു പീരീഡ് ഡ്രാമ, ആ കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയ്ക്കുള്ളിലെ സിനിമ, അത് കാണിക്കുന്ന സമയത്തുള്ള കുറെ റിപ്പീറ്റേഷൻസ് കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ സിനിമന്റെ ഉള്ളിലെ സിനിമ കാണിക്കുന്ന സമയത്ത് അവർ ആ ഫ്രെയിം റേഷ്യോനൊക്കെ വളരെ ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത്. മുന്നേ ഉണ്ടായിരുന്ന സിനിമയിൽ ഒക്കെയുള്ള പോലെ തന്നെ 3:4 റേഷ്യോയിലൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പല സീക്വൻസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണിക്കുന്നത്. അതും കാണിച്ച സ്ഥലത്ത് തന്നെയാണ് സകലമാന സീക്വൻസുകൾ നടക്കുന്നത്. ഒരേ സ്റ്റുഡിയോയിലായതുകൊണ്ട് അതിന്റെ ഒരു വിരസത ഉണ്ടായിരുന്നു. പിന്നെ സിനിമക്ക് ഭയങ്കരമായിട്ട് നീളം ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 2.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു സിനിമയുടെ ലെങ്ത്. അപ്പൊ എനിക്ക് തോന്നിയത് ആ സിനിമ ഒരു എക്സ്പെരിമെന്റൽ മോഡിലോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് തന്നിട്ടുള്ളത്. എക്സ്പെരിമെന്റൽ മോഡ് എന്ന് പറയുമ്പോൾ ഒരു ജോണർ ഷിഫ്റ്റ് ഒക്കെ അവർ ട്രൈ ചെയ്യുന്നത്, ജോണർ ഷിഫ്റ്റും അതുപോലെ തന്നെ ക്യാരക്ടർ സ്വിച്ചും. ലൈക്ക് ഒരു സിനിമയിൽ ഒരു സിനിമ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ ക്യാരക്ടറും ചിലപ്പോൾ ക്ലാസിക് ആയിട്ട് നമുക്ക് തോന്നാം. അപ്പൊ അങ്ങനെ ക്ലാസിക് ആയിട്ട് വരുന്ന ആ ക്യാരക്ടേഴ്സിന് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു എന്താ പറയാ, അവർ ഔട്ട്സ്മാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നേച്ചറുള്ള ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത് ഈ ക്യാരക്ടർ ലൈൻസിനെ ബ്രേക്ക് ചെയ്യുന്ന പോലെ ഈ പുതിയ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ പല സിനിമയിലും നമ്മൾ കണ്ടിട്ട്, അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ദുൽഖറിന് പുറമെ നമ്മളെ റണ ദഗുബട്ടിക്ക് കിട്ടിയത്. ആ ക്യാരക്ടർ അസച്ച് രസകരമായിരുന്നു, പക്ഷെ ആ സിനിമയുടെ ആ എന്റർടൈൻമെന്റ് ഫ്ലോനെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ആ ക്യാരക്ടർ എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു ജോണർ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത്, അതായത് ഒരു പീരിയഡ് ഡ്രാമ എന്നുള്ള നിലക്ക് കഥ പോകുന്നതിനിടെ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുന്ന ആ ഒരു വേളയിൽ സിനിമ പതുക്കെ ഒരു ത്രില്ലർ ജോണറിലോട്ട് തിരിയുന്നുണ്ട്. അതിൽ തന്നെ ആ ത്രില്ലർ നമുക്ക് കണക്ട് ആവാൻ വേണ്ടി അവർ മുന്നേ ഫസ്റ്റ് ഹാഫിൽ എടുത്തു വെച്ചിരിക്കുന്ന സീക്വൻസ് ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസകരവും വർക്കാവാത്ത രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടത്. എസ്പെഷ്യലി നായികനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ക്രീനിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നായികയുടെ എല്ലാ അംഗവിക്ഷേപ ചലനങ്ങളും ആ മുഖത്തിന്റെ ഭംഗിയെല്ലാം
ആ പീക്കിൽ അവർ ഒപ്പിയെടുത്തിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നായകൻ നായിക ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ ആ സെക്കൻഡ് ഹാഫിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആ ലവ്, അവരോടുള്ള ആ ബന്ധത്തിലുള്ള രണ്ടുപേർക്കുമുള്ള അഭിനിവേശം, അവർ എത്രത്തോളം മ്യൂച്വലി രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കാവുള്ളൂ. പക്ഷെ ആ കാര്യം വർക്കാവാത്തതിന്റെ പ്രധാന റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, അല്ലെങ്കിൽ അതിന്റെ ആ മനോഹാരിത കാണിക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരുപാട് സീൻസ് ഒന്നും സിനിമയിൽ കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പിന്നെ മ്യൂസിക്കിൽ എനിക്ക് ഒരു പാട്ട് വളരെയധികം ഇഷ്ടമായി. അത് കുറച്ചൊരു സെന്റിമെന്റൽ ടോണുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിരഹഗാനം പോലെ തോന്നാവുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ പാട്ടിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടണമെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിലുള്ള റിലേഷനിലെ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള കുറെ സീക്വൻസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നിയത്. അങ്ങനെ ആകെ തുക എടുക്കുമ്പോൾ ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷിച്ചു പോയ സിനിമയാണ്. കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ, വലിയ ഒരു ക്യാൻവാസിൽ വരുന്ന ഒരു പീരിയഡ് ഡ്രാമ, എന്താണോ ദുൽഖർ സൽമാൻ എന്ന് പ്രതീക്ഷിച്ചത് ആ സാധനം എനിക്ക് കിട്ടിയില്ല. എനിക്കൊരു ജസ്റ്റ് ഒരു ആവറേജ് സിനിമാറ്റിക് അനുഭവം മാത്രമാണ് കാന്ത സമ്മാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് കാന്ത കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.